പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങളിന്ന് പാലക്കാട്ടേക്കാണ് കേട്ടോ പോണത്. കൊല്ലങ്കോട് പോവുകയാണ്. അപ്പോൾ കുറേ ആയി അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കണു, പക്ഷേ ഇതുവരെയായിട്ടും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല, അമ്മ കൊട്ടിയൂർ പോയേക്കാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആയിട്ടാണ് ഫ്രീ ആണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ ചായക്കടിയൊന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല, വെറുതെ സമയം പോകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ ചായ കുടിച്ചത്. അങ്ങനെ നേരെ നമ്മൾ പാണ്ടിക്കാട് മണ്ണാർക്കാട് കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എനിക്ക് അങ്ങനെ റൂട്ട് കാര്യങ്ങളൊന്നും വലിയ നിശ്ചയമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പാലക്കാട് എത്തിയപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് ആകെ അന്തരീക്ഷം അങ്ങോട്ട് മാറി, നല്ല മഴക്കാറും പിന്നെ വേഗം അങ്ങോട്ട് മഴ പെയ്തു കേട്ടോ. നല്ല രസമാണ് കേട്ടോ പാലക്കാടിൻ്റെ ഉള്ളേരിയയിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റോഡരികിൽ കുറേ ഞാവൽപ്പഴങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, റംബൂട്ടാനും ഞാവൽപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോണത് കുടിലടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. നല്ല രസമാണ്, എന്താ രസം എന്നറിയോ, ഫുള്ള് പാടങ്ങൾ. നമ്മൾ കയറി വരുന്ന സൈഡിലായിട്ടൊരു ചെറിയ താമരക്കുളം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താമരകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ റീലിലൊക്കെ കാണുന്നതിനേക്കാളും ഭംഗിയായിട്ടോ ഡയറക്റ്റ് നമ്മൾ വരുമ്പോൾ. ശരിക്കും ഇത് വന്ന് തന്നെ ഒരു ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. ശരിക്കും നല്ല, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്, എന്തോ ഒരു സമാധാനമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. നല്ല രസമാണ്, ഒരു കാറ്റും പിന്നെ ആ ഒരു ചേറിൻ്റെയൊക്കെ ഒരു സ്മെല്ലും നല്ല രസമാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് കേട്ടോ. ഒരു ചെറിയ വെയിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ കാറ്റ് നമ്മളെ ആ വെയിൽ അറിയിക്കുന്നില്ല. അവിടെയുള്ളൊരു ചെറിയ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോയത് പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നിറച്ചും നമ്മുടെ ആലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ ചെല്ലഞ്ചേട്ടൻ്റെ കട ഷോപ്പ് വഴിയായിട്ട് നമ്മൾ പോയത്, പക്ഷേ അവിടെ ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് പെരിങ്ങോട്ടുചേരി കളത്തിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. നല്ല രസമാണ്, ആ ഒരു മലയുടെ താഴെ കുറേ വിരിഞ്ഞ് കിടക്കുന്ന പാടങ്ങൾ, നല്ല രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. അപ്പം ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ സദ്യയാണ് കഴിച്ചത്. ചോറും കറികൾ, പായസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല സാമ്പാറായിരുന്നു കേട്ടോ, അത് എടുത്ത് പറയേണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പോന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. കുറേ ചേച്ചിമാർ ഇന്ന് ഞാറ് നടുന്നതും ഒക്കെ ആയിട്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതിൽ തന്നെ എടുത്ത ക്ലിപ്സാണ്, കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ.